എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? നമ്മൾ പോപ്പുലേഷൻ ഡെൻസിറ്റി അഥവാ ജനസാന്ദ്രതയുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ യുവജനങ്ങൾ വിദേശത്തേക്ക് പോകുന്ന സംസ്ഥാനങ്ങളുടെ മുൻപന്തിയിൽ നമ്മുടെ കേരളമുണ്ട്. ശരിയാണ്, കേരളത്തിന് ഒരു നീണ്ട കുടിയേറ്റ ചരിത്രമുണ്ട്. 1970-കൾ മുതൽ നമ്മൾ കുടിയേറുന്നുണ്ട്. പക്ഷേ ഈയിടെയായിട്ട് അതിന് വലിയൊരു മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. കാനഡ, ജർമ്മനി, UK, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ, ഇങ്ങോട്ടൊക്കെ പറിച്ചു നടപ്പെടുന്ന യുവജനങ്ങളുടെ നിരക്ക് ക്രമാതീതമായിട്ട് ഉയർന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു 10 വർഷം മുമ്പ് 2015 കാര്യമായിട്ട് നിങ്ങളുടെ പരിചയക്കാരെന്ന് UK, ജർമ്മനി, കാനഡ ഇങ്ങോട്ടൊന്നും പോകുന്നതായിട്ട് കേട്ടിട്ടില്ലായിരുന്നല്ലോ. പക്ഷേ ഈ അടുത്തിടയ്ക്ക് വലിയൊരു ട്രെൻഡ്, വലിയൊരു ബൂമാണ് ഇതിന് സംഭവിച്ചിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് പരിശോധിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുവാണെങ്കിൽ, കഴിഞ്ഞ ദിവസം ഇന്റർനെറ്റിലൂടെ വ്യാപകമായിട്ട് പ്രചരിക്കപ്പെട്ട ഒരു വാർത്തയുണ്ടായിരുന്നു. UAE ഗോൾഡൻ വിസയ്ക്ക് വെറും 23 ലക്ഷം മാത്രം കൊടുത്താൽ മതിയെന്ന്. ഇത് കേട്ടപാടെ തന്നെ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ നടന്ന ചർച്ച എന്താണെന്നറിയാവോ? 23 ലക്ഷം രൂപയുള്ള ഗോൾഡൻ വിസയ്ക്ക് നമുക്ക് അത് എങ്ങനെയെങ്കിലും കൊടുത്തിട്ട്, ലോൺ എടുത്താണെങ്കിലും കൊടുത്തിട്ട് നമുക്ക് ദുബായി പോയി സെറ്റിൽ ആയാലോ എന്ന് സീരിയസ് ആയിട്ട് ചോദിച്ച ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കോട്ടെ. അതിനെ പറ്റിയിട്ട് വലിയ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ഇവിടെ നിന്ന് 23 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടാണെങ്കിൽ ഒരു ദുബായ്, UAE ഗോൾഡൻ വിസ ഒപ്പിച്ച് അങ്ങോട്ട് മാറണം എന്ന് ചിന്തിക്കാനുള്ള കാരണം എന്തായിരിക്കും? ഒരുപക്ഷെ നമുക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത കൊണ്ടായിരിക്കുമല്ലേ, ഒരു ബെറ്റർ ലൈഫ് നമ്മളവിടെ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കുമല്ലേ. പക്ഷേ ഈ ഗോൾഡൻ വിസയുടെ കാര്യം പറയുവാണെങ്കിൽ അതൊരു വ്യാജ വാർത്തയായിരുന്നു. നമ്മുടെ UAE ഗവൺമെൻറ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു വ്യാജ വാർത്തയാണ്, നിങ്ങൾ അതൊന്നും വിശ്വസിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഗോൾഡൻ വിസ കിട്ടണമെങ്കിലും ഒന്ന് നമുക്കറിയാം, ഒരുപാട് സെലിബ്രിറ്റീസിന് കിട്ടാറുണ്ടല്ലേ, വലിയ വലിയ ആക്ടേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരുപാട് യൂട്യൂബേഴ്സ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ നമ്മൾ ഗോൾഡൻ വിസ കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ വലിയൊരു ബിസിനസ് മാഗ്നറ്റ് ആയിരിക്കണം, വലിയ ബിസിനസ് സാമ്രാജ്യമൊക്കെ ഉള്ള ഒരാളായിരിക്കണം. അതുമല്ലെങ്കിൽ നിങ്ങൾ നല്ല പണക്കാരനാണെങ്കിൽ, നിങ്ങൾക്ക് പ്രശസ്തിയൊന്നുമില്ല പക്ഷെ നല്ല പണക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡൻ വിസ കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. മറ്റൊന്നും വേണ്ട, UAEയിൽ ഇപ്പോൾ ദുബായിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ആയിട്ട് ഒരു പ്രോപ്പർട്ടിയിൽ 4.5 കോടി ഇൻവെസ്റ്റ് ചെയ്താൽ മതി. 4.5 കോടിയുടെ ഒരു സ്വത്ത് നിങ്ങൾക്ക് അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് UAE ഗവൺമെൻറ് ഗോൾഡൻ വിസ തരും. അപ്പോൾ ഗോൾഡൻ വിസ കൊണ്ട് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാൻ പിന്നെ വേറെ വിസയൊന്നും സ്റ്റാമ്പ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കൊരു ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് മറ്റൊരു സ്ഥലത്താണ് നിങ്ങളുടെ വീട്, ഇപ്പോൾ തിരുവനന്തപുരത്താണ് വീടെങ്കിൽ തിരുവനന്തപുരത്ത് പോയി വരുന്ന പോലെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് കൺട്രിയിലേക്ക് എക്സിറ്റ് ചെയ്യാനോ എൻ്റർ ചെയ്യാനോ ഒക്കെ സാധിക്കും. നിങ്ങൾക്ക് അവിടെ ഒരുപാട് ബിസിനസ്സുകൾ റൺ ചെയ്യാം. സ്വന്തം പേര് തന്നെ ഒരുപാട് ആനുകൂല്യങ്ങളാണ് ഈ ഗോൾഡൻ വിസ നൽകുന്നതല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, എടാ നമുക്ക് 23 ലക്ഷമേ ഉള്ളൂ, നമുക്ക് പോയാൽ നമ്മുടെ ലൈഫ് സെറ്റാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോഴാണ് UAE ഗവൺമെൻറ് ഈ ഒരു സംഭവം വ്യാജ വാർത്തയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവരെ പുറത്തേക്ക് തള്ളിവിടുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, വിദേശ രാജ്യങ്ങൾ എങ്ങനെയാണ് അവരെ ആകർഷിക്കുന്നത് തുടങ്ങിയ ഒരു 10 പോയിന്റ്സ് ആണ്. ഓരോരോ പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ കേട്ടിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഈ വാർത്തകൾ പൂർണ്ണമായിട്ടും സത്യമല്ലെങ്കിൽ പോലും ഇതിന്റെ പിന്നിലെ സ്വപ്നം യാഥാർത്ഥ്യമാണല്ലേ. UAEയിൽ താമസിക്കുന്ന ഒരു NRI എന്ന നിലയിൽ നിങ്ങളൊരു ശമ്പളത്തിന് പിന്നാലെ മാത്രമല്ല, സാമ്പത്തിക വളർച്ചയും സുരക്ഷയും വിദേശത്തുള്ള നിങ്ങളുടെ സമയം ഫലപ്രദമായിട്ട് ചെലവാക്കാനുള്ള മികച്ച വഴികളും തേടുകയാണ്. വൈറൽ ഗോൾഡൻ വിസ വാർത്തകൾ വന്നേക്കാൻ പോയേക്കാം. എന്നാൽ നിങ്ങൾക്കായിട്ട്, NRIകൾക്കായിട്ട് രൂപകൽപ്പന ചെയ്ത ഒരു പ്ലാറ്റ്ഫോമായിട്ടുള്ള ബിലോങ്ങിൽ നിന്നുള്ള യഥാർത്ഥവും നിയന്ത്രിതവുമായിട്ടുള്ള USD ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഇപ്പോൾ ലഭ്യമാണ്. ഇതെങ്ങനെ വ്യത്യസ്തമാകുന്നു നോക്കാം. ഇത് ഗിഫ്റ്റ് സിറ്റി വഴിയാണ് പ്രവർത്തിക്കുന്നത്. ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിനാൻസ് ടെക് സിറ്റി എന്ന ഇന്ത്യയുടെ ആഗോള സാമ്പത്തിക മേഖലയാണിത്. ഇന്ത്യയിലെ DIFC പോലെ. എന്തുകൊണ്ടാണ് ഇത് പ്രധാനമാകുന്നത്? കാരണം ആധാർ കാർഡോ ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടോ ഇല്ലാതെ തന്നെ ആഗോള ഇന്ത്യക്കാർക്ക് ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ വേണ്ടി പ്രത്യേകം സൃഷ്ടിച്ചതാണ് ഗിഫ്റ്റ് സിറ്റി എന്നുള്ളത്. അതിനർത്ഥം NRO അക്കൗണ്ട് പ്രശ്നങ്ങളില്ല, പേപ്പർ വർക്ക് കുഴപ്പങ്ങളില്ല. കൂടാതെ നിങ്ങളുടെ KYC UAEയിൽ നിങ്ങളുടെ വീട്ടിൽ വെച്ചോ ഓഫീസിലോ വച്ച് തന്നെ നടക്കുകയും ചെയ്യും. ബിലോങ് വഴി നിങ്ങളുടെ FD RBL ബാങ്കുമായി ചേർന്ന് നിങ്ങളുടെ പേരിൽ നേരിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഇത് RBI, IFSCA പോലെയുള്ള ഇന്ത്യൻ റെഗുലേറ്റർമാരുടെ പിന്തുണയോടെയാണ്. നിങ്ങൾക്ക് 3, 6 അല്ലെങ്കിൽ 12 മാസങ്ങളിൽ ഫ്ലെക്സിബിൾ കാലാവധി തിരഞ്ഞെടുക്കാം. കൂടാതെ 5% വരെ ലാഭം ഇന്ത്യയിൽ നികുതി രഹിതമായിട്ട് നേടുകയും ചെയ്യാം. കൂടാതെ ബിലോങ്ങിൽ സൗജന്യ മണി ട്രാൻസ്ഫറും മികച്ച AED USD കൺവർഷൻ നിരക്കുകളും വാഗ്ദാനം ചെയ്യുന്നതിനാൽ നിങ്ങളുടെ നെറ്റ് പ്രോഫിറ്റ് ഉയർന്നതായിരിക്കും. മെച്യൂരിറ്റി ആകുമ്പോൾ മുഴുവൻ തുകയും നിങ്ങളുടെ UAE അക്കൗണ്ടിലേക്ക് തിരികെ എടുക്കാനോ നിങ്ങളുടെ NRI അക്കൗണ്ടിലേക്ക് എളുപ്പത്തിൽ നിക്ഷേപിക്കാനോ കഴിയും. നിക്ഷേപിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ തുക $1000 ആണ്. അതുകൊണ്ട് തന്നെ ഗോൾഡൻ വിസ അനിശ്ചിതത്വത്തിലായിരിക്കുമ്പോൾ ഒരു NRI എന്ന നിലയിൽ നിങ്ങളുടെ സമ്പാദ്യം വളർത്താനുള്ള ലളിതവും സുരക്ഷിതമായിട്ടുള്ള ഒരു വഴിയാണിത്. ഇന്ന് തന്നെ ആരംഭിക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ടാപ്പ് ചെയ്ത് ഇപ്പോൾ തന്നെ ബിലോങ്ങിൽ നിങ്ങളുടെ USD ഫിക്സഡ് ഡെപ്പോസിറ്റ് ബുക്ക് ചെയ്യൂ. ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുവാണെങ്കിൽ മറ്റൊന്നുമല്ല, കേരളത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും ഉയർന്ന യുവജന തൊഴിലില്ലായ്മയും തൊഴിൽ ലഭ്യതക്കുറവുമാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന യുവജന തൊഴിലില്ലായ്മയുള്ളത് നമ്മളുടെ സംസ്ഥാനത്തിലാണ്, കേരളത്തിലാണ്. യുവജന തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് യുവജനങ്ങൾക്കിടയിലുള്ള തൊഴിലില്ലായ്മയാണ്, അല്ലാതെ മൊത്തം ഏജ് വെച്ചിട്ടല്ല നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 15 മുതൽ 29 വയസ്സ് വരെയാണ്
തന്നെയാണ് സർവേക്ക് വിധേയമാക്കിയിട്ടുണ്ടായിരുന്നത്. പബ്ലിക് ലേബർ ഫോഴ്സ് സർവേയിൽ വന്ന കണക്കുകളാണ് ഞാൻ പറയുന്നത്. നമ്മുടെ നാട്ടിലെ യുവജന തൊഴിലില്ലായ്മയുടെ നിരക്കെന്നുള്ളത് 29.9%. ഇതാകെ യുവജനങ്ങളുടെ കണക്കാണ്. ഇനി യുവതി യുവാക്കൾ സെപ്പറേറ്റ് ആയിട്ട് പറയുവാണെങ്കിൽ യുവതികളിലത് 47.1%. അപ്പോൾ ഓൾമോസ്റ്റ് ഏകദേശം പകുതിയോളം ചെറുപ്പക്കാരികളായിട്ടുള്ള സ്ത്രീകളും ഇവിടെ ജോലിയില്ലാതെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ യുവാക്കൾ 19.3%. ഇതിൻ്റെ ആവറേജാണ് ഞാൻ പറഞ്ഞ 29.9% എന്നുള്ളത്. അപ്പോൾ ഇത് ഭീകരമായിട്ടുള്ളൊരു കണക്കാണ്. ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, അല്ല നമ്മളെക്കാൾ എന്തോരം മോശമായിട്ട് പെർഫോം ചെയ്യുന്ന സംസ്ഥാനങ്ങളുണ്ട്, ബീഹാർ പോലുള്ളവ, അവയെക്കാളും പിന്നിലാണോ നമ്മുടെ കേരളം എന്നായിരിക്കും ചിന്തിക്കുന്നതല്ലേ? അങ്ങനെയല്ല, മറിച്ച് അവിടെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. ഈ ഒരു കണക്കുകൾ സൂചിപ്പിക്കുന്നത് നമുക്ക് ജോലിയേ ഇല്ല എന്നല്ല, മറിച്ച് വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലികളില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു മാസ്റ്റേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാർ വെറുതെ നിൽക്കുകയാണ്. അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവരൊരു കൂലിപ്പണിക്ക് പോകാൻ അത്രയും തയ്യാറല്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമാണ് ഇവിടെ പ്രധാനമായിട്ടും വരുന്നത്. വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി കിട്ടുന്നില്ല എന്നുള്ളത്. നമ്മൾ ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ വിദ്യാഭ്യാസം നേടുന്നവർ കുറവാണ്. ഇനി എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ടൊരു +2 ഡിഗ്രിയോ ഒക്കെ നേടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അവർ ചെയ്യുന്ന എന്തായിരിക്കും, കൃഷിയായിരിക്കും അല്ലെങ്കിൽ കൂലിവേലയായിരിക്കും. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ പോകാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് ഈ ഒരു ശതമാനത്തിൽ ഇത്രത്തോളം വർധന വന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ സർവേകൾ പറയുന്ന പ്രകാരം ഇത്രയും വലിയ വിദ്യാഭ്യാസ യോഗ്യതയും റെപ്യൂട്ടേഷനും ഒക്കെ ആയിട്ട് ഉള്ളവർ വിചാരിക്കുന്നത് ഈ കുറഞ്ഞ ജോലികൾ ചെയ്യുന്നതിനേക്കാളും ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഒരു മേസ്തരി പണിക്ക് പോകുന്നതിനേക്കാളും നല്ലത് ജോലിയില്ലാതെ വീട്ടിലിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായവും നമ്മുടെ കാഴ്ചപ്പാടുകളുമാണ്. നമുക്ക് ഡിമാൻഡിനനുസരിച്ചുള്ള സപ്ലൈ കൊടുത്തിട്ടേ കാര്യമുള്ളൂ അല്ലേ? അതിന് മുകളിൽ സപ്ലൈ ആണെങ്കിൽ എന്ത് പറ്റും? ആ ഒരു സപ്ലൈ ചെയ്ത പ്രോഡക്റ്റുകൾ അവിടെ വെറുതെ കെട്ടിക്കിടക്കപ്പെടും. അപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് ആരാണ്? നമ്മളാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ അണ്ടർ ഗ്രാജുവേറ്റ് UG എന്ന് പറയുന്ന ബിടെക്കിലായിരുന്നു. ബിടെക് പഠിച്ച് എന്തോരം പേര് വെറുതെ നയിക്കുന്നു. കാരണം ഒരു വർഷം കേരള സംസ്ഥാനത്തിൽ നിന്ന് മാത്രം പുറത്തിറങ്ങുന്ന ബിടെക് ഗ്രാജുവേറ്റിൻ്റെ എണ്ണം എന്ന് പറയുന്നത് അത്രത്തോളമാണ്. അതുപോലെ തന്നെയാണ് BDS, നമ്മുടെ ഡെന്റിസ്റ്റിൻ്റെ UG ഗ്രാജുവേഷനില്ലേ, അതൊക്കെ പഠിച്ച ഒരു ധാരാളമായിട്ട് വെറുതെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം ഡിമാൻഡില്ല. അത്രത്തോളം ആൾക്കാർ പല കമ്പനീസിലും സാച്ചുറേറ്റഡ് ആയി. അതുകൊണ്ട് തന്നെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം പറയാം, എടാ ഇന്ന കോഴ്സ് പഠിച്ചാൽ സ്കോപ്പ് ഉണ്ടോ? ആ കോഴ്സിന് സ്കോപ്പ് ഇല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ കോഴ്സിനും സ്കോപ്പ് ഉണ്ട് എന്നുള്ളതാണ്. ഒരു കോഴ്സിനും സ്കോപ്പ് ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ മറിച്ച് നിങ്ങൾ അതിൻ്റെ അടിവേര് പരിശോധിക്കണം. അതിന് ഡിമാൻഡ് എത്രയുണ്ട്, അതിന് സപ്ലൈ എത്രയുണ്ട്, ഈ കണക്ക് വെച്ച് മാത്രം പരിശോധിച്ചിട്ടേ കാര്യമുള്ളൂ. ഇപ്പോൾ നോക്കുവാണെങ്കിൽ കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ വ്യാപകമായിട്ട് ഒരുപാട് പിള്ളേർ +2 ആയിട്ട് വന്ന് ചാടുന്നൊരു കോഴ്സാണ് ലോജിസ്റ്റിക്സ്. അതുപോലെ തന്നെ ഫയർ ആൻഡ് സേഫ്റ്റി. എനിക്ക് തോന്നുന്നു 6 മാസം 1 വർഷമുള്ള ഡിപ്ലോമ കോഴ്സ് ടൈപ്പാണ്. അപ്പോൾ തുടക്കത്തിൽ നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു, കാരണം ആൾക്കാർ കുറവായിരുന്നു. എന്നാൽ ഇപ്പോൾ ധാരാളമായിട്ട് ആൾക്കാർ ഇങ്ങനെ വരികയാണ്. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എല്ലാവരും അല്ല മറിച്ചൊരു വിഭാഗം ഫേക്ക് സെല്ലിങ്ങും ഫേക്ക് മാർക്കറ്റിംഗുമാണ് ചെയ്യുന്നത്. ഇത് പഠിച്ചാൽ നിന്റെ ലൈഫ് സെറ്റാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പിള്ളേരെ പെടുത്തുകയാണ്. അപ്പോൾ അത് പഠിച്ചിറങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. കാരണം അതിൻ്റെ ഡിമാൻഡൊക്കെ അവസാനിച്ചു, അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ആയല്ലേ. ഇത് പഠിച്ചവർ വെറുതെ ഇവിടെ കൊച്ചി കറങ്ങി തിരിഞ്ഞ് നടപ്പുണ്ട്. രണ്ടാമത്തത് ഞാനിപ്പോൾ സൂചിപ്പിച്ചൊരു കാര്യം തന്നെയാണ്, അണ്ടർ എംപ്ലോയ്മെൻറ്റും അല്ലെങ്കിൽ കുറഞ്ഞ ശമ്പളവും. അതായത് നമ്മുടെ കേരളത്തിൽ വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരുപാട് പേരുണ്ടല്ലോ, ഒരുപാട് ഗ്രാജുവേറ്റ്സ് ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഉണ്ട്, ഈവൻ PhD ഹോൾഡേഴ്സ് ഉണ്ട്. പക്ഷേ ഇവർക്കൊന്നും ഇവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അവർ നോക്കുമ്പോൾ അവരെ കൊണ്ട് ചെറിയ ചെറിയ കൂലി വേലയ്ക്ക് പോകാനുള്ളൊരു മടിയും കാണും. ചിലപ്പോൾ സൊസൈറ്റിയുടെ പ്രഷറാകാം, അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള കാഴ്ചപ്പാടുകളാകാം. എന്തായാലും അങ്ങനെ അവർ ഏതെങ്കിലും ഒരു കമ്പനിയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വളരെ തുച്ഛമായിട്ടുള്ള വേതനമാണ് കിട്ടുന്നത്. എനിക്കറിയാം, MTech പഠിച്ചിട്ട് ഒരു IT കമ്പനിയിൽ വളരെ കുറഞ്ഞ വേതനത്തിന് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് എനിക്കറിയാം. അപ്പോൾ അണ്ടർ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലിയോ ശമ്പളമോ അവർക്ക് ലഭിക്കുന്നില്ല. അല്ലെങ്കിൽ അവർ പഠിച്ച അവരുടെ കഴിവുകളുണ്ടല്ലോ, അവരുടെ സ്കില്ലുകളുണ്ടല്ലോ, അത് പൂർണ്ണമായിട്ടും പുറത്തെടുത്ത് ഉപയോഗിക്കാനുള്ള ഒരു മേഖല അവർക്ക് ലഭിക്കുന്നില്ല. ജീവിക്കാൻ പൈസ വേണം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ജോലി കയറി എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് എന്തെങ്കിലും പൈസ കിട്ടിയാൽ മതി എന്നും പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇവിടെ ജീവിക്കുന്നുണ്ട്. അതായത് മരിച്ചൊരു മനസ്സോട് കൂടിയിട്ടാണ് അവർ ആ ജോലി ചെയ്ത് തള്ളി നീക്കുന്നത്. ഈ ഒരു കാരണം ഒരുപാട് പേരെ നാടുവിടാൻ പ്രേരിപ്പിക്കുകയാണ്. അവർ വിചാരിക്കുന്നത് അവരുടെ വിദ്യാഭ്യാസ യോഗ്യത വെച്ച് അവർക്ക് വിദേശ രാജ്യങ്ങളിൽ നല്ല ജോലി കിട്ടുമല്ലോ, എന്നാൽ അങ്ങോട്ട് പോയിക്കൂടെ എന്ന് ചിന്തിക്കുകയാണ്. അവരെ തെറ്റു പറയാനും പറ്റില്ല, കാരണം അവർക്ക് ഇവിടെ ജോലിയില്ല. അപ്പോൾ അത്രയും പഠിച്ചു, അത്രയും ലക്ഷങ്ങൾ മുടക്കിയിട്ടൊക്കെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാകുക, ലോൺ എടുത്തായിരിക്കും പഠിച്ചിട്ടുണ്ടാകുക. അപ്പോൾ ലോൺ അടയ്ക്കാൻ പോലും അവർ കഷ്ടപ്പെടുകയാണ്. അപ്പോൾ അവരെന്ത് ചിന്തിക്കും? എനിക്ക് ദുബായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടത്തില്ലേ, അല്ലെങ്കിൽ കാനഡയിലേക്കോ ജർമ്മനിയിലേക്കോ മാറിക്കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടത്തില്ലേ, നല്ല വരുമാനമാണ് ലഭിക്കുന്നത്, പിന്നെന്താ പ്രശ്നം? അങ്ങോട്ട് പോയേക്കുവാണ്. മൂന്നാമത്തത് ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞ പോയിന്റിന്റെ കണ്ടിന്യൂവേഷനാണ്. മറ്റൊന്നുമല്ല, വിദേശ രാജ്യങ്ങളിൽ മികച്ച തൊഴിലവസരങ്ങളും ഉയർന്ന ശമ്പളവും ഉണ്ട് എന്നുള്ളതാണ്. അതായത് വിദ്യാർത്ഥികൾ എന്തും പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്നത്, എനിക്ക് നല്ല ജോലിയും കിട്ടും, നല്ല ശമ്പളവും കിട്ടുമെന്നും പറഞ്ഞാണല്ലോ. അതവിടെ ഉണ്ട്. വർഷങ്ങളായിട്ട് ഒരുപാട് മലയാളികൾ വിദേശ രാജ്യങ്ങളിൽ എഞ്ചിനീയറിംഗ്, ട്രേഡ്, കച്ചവടം, വ്യവസായം, അല്ലെങ്കിൽ മറ്റ് ഹോം കെയർ സർവീസുകൾ, അങ്ങനെ എല്ലാ മേഖലകളിലും മലയാളികളുടെ സാന്നിധ്യം കാണാൻ പറ്റുമല്ലോ. ഈ അടുത്തിടയ്ക്കായിട്ട് അത് വളരെ വ്യാപകമായിട്ട് കൂടിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഇവർക്കൊക്കെ അവിടെ ചെന്ന്
സുഗമമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നു. അവിടുത്തെ ചെറിയ റെസ്റ്റോറൻറ്റുകളിലോ കഫറ്റീരിയകളിലോ പോലും വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഉയർന്ന ശമ്പളമാണ് ലഭിക്കുന്നത്. ഒരു ദിവസം കുറച്ച് മണിക്കൂറുകൾ വർക്ക് ചെയ്താൽ മതി. ഇവിടുത്തെ പോലെ തൊഴിലാളികളെ പീഡിപ്പിക്കുന്ന നയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചില്ലെങ്കിൽ പോലും അവർക്ക് വളരെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ജീവിച്ച് നല്ല ശമ്പളത്തിൽ അവിടെ സുഗമമായിട്ട് കഴിയാൻ പറ്റുന്നു. ഇനി ഒരുപാട് പേര് വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് പണം അയക്കുന്നുണ്ടല്ലേ, ഇതിനെയാണ് ഫോറിൻ റെമിറ്റൻസ് എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. 2023 ഇന്ത്യൻ GDPയുടെ 23% എന്നുള്ളത് ഈ ഫോറിൻ റെമിറ്റൻസിൽ നിന്ന് വന്നിട്ടുള്ളതായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് അമേരിക്കയിൽ നിന്നായിരുന്നു. 27.7% റെമിറ്റൻസ് അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്. തൊട്ട് പുറകിൽ UAE ആണ് 19.2%. അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് അവിടെ ജീവിക്കാനും പറ്റുന്നുണ്ട്. മാത്രമല്ല ഇത്രയും വലിയൊരു പൈസ ഇന്ത്യയിലേക്ക് അയക്കാനും സാധിക്കുന്നുണ്ടല്ലേ. ഇതിന്റെ കാരണം അവിടെ മെച്ചപ്പെട്ട ശമ്പളം ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. 1970കളിൽ ആരംഭിച്ച ഗൾഫ് കുടിയേറ്റം ഇന്നത് ഗൾഫിലേക്ക് മാത്രമല്ല പാശ്ചാത്യ രാജ്യങ്ങളിലേക്കും ഒക്കെ വ്യാപകമായിട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. 4, യുവജനങ്ങൾ വിദേശത്തേക്ക് പോകാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് മികച്ച വിദ്യാഭ്യാസവും അതുവഴി ഒരു കരിയർ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളത്. അതായത് നമ്മുടെ സൗഹൃദ വലയത്തിലുള്ള എല്ലാവരും ഡയറക്റ്റ് ജോലിക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ അവിടെ പഠിക്കാൻ പോയി അതിനുശേഷം അവിടെ ജോലി നോക്കണമെന്ന് ചിന്തിക്കുന്നവരായിരിക്കും അല്ലേ. എൻ്റെ ഒരു സൗഹൃദ വലയങ്ങളിൽ അങ്ങനെയാണ് എല്ലാവരും പോയിട്ടുള്ളത്. നേരെ ബിടെക് കഴിഞ്ഞു അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞു നേരെ വിദേശത്തേക്ക് ജർമ്മനി, UK, കാനഡ ഒക്കെ അങ്ങോട്ട് വച്ച് പിടിച്ചേക്കാണ്. ഇത് മികച്ചൊരു വഴിയാണ്. കാരണം ലോകോത്തര നിലവാരമുള്ള യൂണിവേഴ്സിറ്റീസിൽ നിന്ന് സർവകലാശാലകളിൽ നിന്ന് വിദ്യാഭ്യാസം നേടാനും അതോടൊപ്പം പാർട്ട് ടൈം ജോലി ചെയ്ത് സമ്പാദിക്കാനും അതിനപ്പുറത്തേക്ക് ഏറ്റവും പ്രധാന ലക്ഷ്യം എന്താണ് അവരുടെ മറ്റൊന്നുമല്ല, ഇങ്ങനെ അവിടെ പഠിക്കാനും പോയി സ്റ്റുഡൻസ് വിസയിലൊക്കെ പോയി ജോലി ചെയ്ത് അവിടെ ഒരു PR അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പോ എളുപ്പത്തിൽ ഒപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് എന്നൊരു ധാരണ കൂടെ അവർക്കുണ്ടല്ലേ. പെട്ടെന്ന് കയറിപ്പോകുന്ന ഒരു വ്യക്തിയെക്കാളും കൂടുതൽ അവിടെ പഠിക്കാൻ പോയാലാണ് ഇത് എളുപ്പത്തിൽ സാധിക്കുക എന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ അവിടെ പഠിക്കാൻ പോവുകയാണ്. അതിനുശേഷം ഒരു കരിയർ അവിടെ തന്നെ കെട്ടിപ്പടുത്ത് അവിടെ തന്നെ താമസിക്കാൻ അവരുടെ ലക്ഷ്യമാണ്. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടല്ലേ. പെർമനന്റ് ആയിട്ട് അവിടെ PR ഒക്കെ കിട്ടി അവിടെ സെറ്റിൽ ആകാൻ നോക്കുന്ന ധാരാളം ചെറുപ്പക്കാർ ഇന്ന് കേരളത്തിലുണ്ട്. ഒരു കാര്യം പറയുവാണെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മുടെ മലയാളി സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസി ഉണ്ട്. അവരുടെ ഒരു വർഷത്തെ 2023 ഒറ്റ സെമിസ്റ്ററിൽ കാനഡയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് 7000-ന് മുകളിലുള്ള സ്റ്റുഡൻസ് ആണ്. ഒറ്റ ഇൻടേക്കിന് അത്രയും പേര് പോകുക എന്ന് പറയുമ്പോൾ എത്ര വലിയ കുടിയേറ്റമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാം പഠിക്കാനാണ് പോകുന്നത്, അതിനുശേഷം അവിടെ സെറ്റിൽ ആകാനാണ് പോകുന്നത് അല്ലേ. ഈ ഒരു വിദ്യാർത്ഥികളിൽ മിഡിൽ ക്ലാസ്സിൽപ്പെട്ടവർ നല്ലൊരു ശതമാനം പേരും ലോൺ എടുത്തിട്ടാണ് പോകുന്നത് അല്ലേ, ലക്ഷക്കണക്കിന് രൂപയുടെ. അപ്പോൾ അത്രയും ലോൺ എടുത്ത് അത്രയും റിസ്ക് എടുത്താലും വേണ്ടില്ല എനിക്ക് മെച്ചപ്പെട്ട ജീവിതം കിട്ടണമെങ്കിൽ ഞാൻ വിദേശത്തേക്ക് പോകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. 5, കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങളും വിസ പ്രോഗ്രാമുകളും പല രാജ്യങ്ങൾക്കും ഉണ്ട് എന്നുള്ളതാണ്. പല രാജ്യങ്ങളുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ അവരുടെ തന്നെ ജനങ്ങൾ അവിടുത്തെ തന്നെ പൗരന്മാർ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ജോലി ചെയ്യാൻ ആളെ കിട്ടാത്ത അവസ്ഥയുണ്ടല്ലേ. അപ്പോൾ അവർക്ക് എന്ത് വേണം, മാൻ പവർ വേണം. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും കുടിയേറ്റത്തെ കാര്യമായിട്ട് തന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അങ്ങോട്ട് പഠിക്കാൻ വരുന്നവർക്ക് സ്കോളർഷിപ്പ്, മറ്റ് ആനുകൂല്യങ്ങൾ, എളുപ്പത്തിൽ വിസ ക്ലിയറൻസ്, എളുപ്പത്തിൽ PR ലഭിക്കാനുള്ള പദ്ധതികൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മറ്റ് പല രാജ്യങ്ങളും ആവിഷ്കരിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്. ഉദാഹരണം, കാനഡയിൽ വിദഗ്ധ തൊഴിലാളികൾക്കും അന്താരാഷ്ട്ര ബിരുദമുള്ളവർക്കും എളുപ്പത്തിൽ വർക്ക് പെർമിറ്റ് ലഭിക്കാനും അവിടെ സ്ഥിരതാമസമാക്കാനുള്ള അനുമതി, PR ലഭിക്കാനുമുള്ള സാധ്യതകൾ വളരെ എളുപ്പമാണ്. കാരണം അങ്ങനത്തെ പദ്ധതികൾ അവിടുത്തെ ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. UK-യും ഇന്ത്യയുമായിട്ടുള്ള യുവ പ്രൊഫഷണൽ സ്കീം പ്രകാരം 18-നും 30-നും ഇടയ്ക്ക് പ്രായമുള്ള 3000 പേർക്ക് 2 വർഷത്തേക്ക് വിസ UK ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. ഇനി ജർമ്മനിയും നമ്മുടെ കേരള സർക്കാരും കൂടി ആവിഷ്കരിച്ച ഒരു പദ്ധതിയുണ്ട്, ട്രിപ്പിൾ വിൻ പ്രോഗ്രാം. ഇതെന്നുള്ളത് നമ്മുടെ നാട്ടിലെ മലയാളികളായിട്ടുള്ള നഴ്സുമാരെ ജർമ്മനിയിലേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള ഒരു ഗവൺമെന്റ് അംഗീകൃത പദ്ധതിയാണ്. അതുവഴി ഒരുപാട് നഴ്സുമാർ കേരളത്തിൽ നിന്ന് ജർമ്മനിയിൽ പോയിട്ട് അവിടെ അവർക്ക് നഴ്സായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ലൊരു ശമ്പളം കിട്ടി അവിടെ PR ഒക്കെ കിട്ടി ജീവിക്കുന്ന ഒരുപാട് പേരെ നമുക്കറിയാം. അതായത് വിദേശ രാജ്യങ്ങളിലേക്ക് പോയാൽ തങ്ങളുടെ കഴിവിനെ ആ ഒരു രാജ്യം, ആ ഒരു കമ്പനി അംഗീകരിക്കുമെന്നും ഉയർന്ന ശമ്പളം ലഭിക്കുമെന്നും ഒക്കെ നമ്മളുടെ വിദ്യാർത്ഥികൾക്കറിയാം. അതോടൊപ്പം തന്നെ ആ രാജ്യങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള പോളിസികൾ കൃത്യമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഇവരെല്ലാം ആകർഷിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വാതിലിലൂടെ ഒരുപാട് സ്റ്റുഡൻസ്, ഒരുപാട് ചെറുപ്പക്കാരുകളെല്ലാം അങ്ങോട്ട് കയറി പോവുകയാണ്. 6-മത്തത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, മറ്റൊന്നുമല്ല സാമൂഹിക സ്വാതന്ത്ര്യമാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ തന്നെ നമ്മളെല്ലാം അനുഭവിക്കുന്ന പോലെ തന്നെ സോഷ്യൽ പ്രഷറൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വഴി കൂടെ പോകുന്നവനൊക്കെ ഇടപെട്ടിട്ട് പോകുവാണല്ലോ ഇവിടെ. അങ്ങനെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ആരുടെയും ജഡ്ജ്മെന്റുകളില്ലാതെ സ്വതന്ത്രമായിട്ടും സന്തോഷമായിട്ടും അവർക്ക് അവിടെ ജീവിക്കാൻ സാധിക്കുന്നു. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും വലിയൊരു ജനറേഷണൽ ഷിഫ്റ്റ് വന്നിട്ടുള്ളത് ഇപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ളവരുടെ തലമുറയും അതിനു മുമ്പ് അവരുടെ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ അവരുടെ ഗ്രാൻഡ് പേരൻസിൻ്റെയോ തലമുറയായിട്ടായിരിക്കും. കാരണം നമ്മളാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലോട്ട് എക്സ്പോഷർ ഉള്ളത്. നമുക്ക് വ്യക്തി സ്വാതന്ത്ര്യങ്ങളെ പറ്റി അറിയാം, അവകാശങ്ങളെ പറ്റി അറിയാം, നമുക്ക് എല്ലാത്തിനെയും പറ്റിയിട്ട് നമുക്ക് അത്രത്തോളം കാര്യങ്ങൾ അറിയാമല്ലേ. അപ്പോൾ വിദേശത്തുള്ളവരുടെ ജീവിതവും എങ്ങനെയാണെന്ന് നമുക്കറിയാം. കാരണം അവരുടെ ജീവിതത്തിൽ ആരും ഇടപെടാറില്ല, മറ്റ് പൊതു ഇടങ്ങളിൽ ശല്യങ്ങളില്ല, തുറച്ചുനോട്ടങ്ങളില്ല,
അത്രത്തോളം അക്രമങ്ങളില്ല. ഇതൊക്കെ വളരെ കുറവായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ചിന്തയുണ്ടാവും, അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമെന്നുള്ളതല്ലേ. ഇത് തീർച്ചയായിട്ടും വളരെ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് യുവതികളാണ്. ഒരു സർവേ പ്രകാരം 78% യുവതികളും സാമൂഹികമായിട്ടുള്ള വിലക്കുകളില്ലാത്തതും മികച്ച ജീവിത രീതി നൽകുന്നതുമായിട്ടുള്ള ഒരു സമൂഹം തേടിയാണ് പോയതെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ, പ്രത്യേകിച്ച് യുവതികളുടെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അവർക്ക് രാത്രി പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ ആക്രമിക്കപ്പെടുന്നു, അല്ലെങ്കിൽ തുറിച്ചു നോട്ടങ്ങൾ. ഇപ്പോൾ ഈയിടെയായിട്ട് രാത്രി എന്നൊന്നുമല്ല, പകൽ സമയത്ത് തന്നെ ബസ്സിൽ നിന്ന് വരുന്ന വീഡിയോസ് എന്തോരമാണ്. ഒരുപാട് സ്ത്രീകൾ ബസ്സിൽ വെച്ചിട്ട് മൊളസ്റ്റ് ചെയ്യപ്പെടുകയാണല്ലേ. അപ്പോൾ അവർക്ക് ഈ നാട് മടുത്തു. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന സിസ്റ്റം എടുത്തു. ഇനി എന്തെങ്കിലും ചെയ്യാതെ കുറച്ച് നാൾ വീട്ടിൽ ഇരിക്കാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ കുഞ്ഞമ്മയും വല്യമ്മയും വന്ന് ചോദിക്കും, ഇവളെന്താ ജോലിക്ക് പോകാത്ത, ഇനി ജോലി കിട്ടിക്കഴിഞ്ഞാൽ കല്യാണം ആകുന്നില്ലേ, കല്യാണം ആയിക്കഴിഞ്ഞാൽ ഇനി വിശേഷമായില്ലേ, കുട്ടിയായില്ലേ, ഇങ്ങനെ ചോദിച്ച് ഫുള്ള് നമ്മുടെ ജീവിതത്തിൽ കൈകടത്താനായിട്ട് 1000 പേര് കാണും. പക്ഷെ അവരെ കൊണ്ടൊന്നും ഒരു രൂപയുടെ ഉപയോഗം ഉണ്ടാകില്ല. കുറേ ഉപദേശങ്ങളും ജഡ്ജ്മെന്റുകളും മാത്രമേ ഉണ്ടാകത്തുള്ളൂ അല്ലേ. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മോചനം ലഭിക്കണമെന്ന് വിചാരിക്കുന്നവരാണ് നല്ലൊരു ശതമാനം യുവജനങ്ങളും അല്ലേ. ഞാനതിൻ്റെ അകത്ത് തന്നെയാണ് പെടുന്നത്. ഞാൻ പറയാൻ മടിയൊന്നും കാണിക്കുന്നില്ല. കാരണം ഒരുപാട് പേര് വന്നിട്ട് സൊസൈറ്റി എന്ത് ചിന്തിക്കുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് പലതും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇവിടെ ഉണ്ടാകാറുണ്ട്. നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പേര് വന്നിട്ട് അഭിപ്രായം പറഞ്ഞ് ഇടപെടുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വളരെ വഷളൻ വർത്താനം പറയുകയാണ് നമ്മളുടെ പല ബന്ധുക്കൾ. ഞാൻ പലരുടെയും ജീവിതത്തിൽ കാണുന്നവരാണ്. പലരും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയുമ്പോൾ ആണ് നമ്മൾ അറിയുന്നത് ബന്ധുക്കളുടെ കൈകടത്തൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ഭീകരമായിട്ട് വരാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ലിംഗസമത്വം, വ്യക്തി സ്വാതന്ത്ര്യം, പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ നാട്ടിൽ മൊത്തത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടല്ലോ. അതിൽ നിന്നൊക്കെയുള്ള ഒരു എസ്കേപ്പും ഒരു ബെറ്റർ ജീവിതമാണ് അവരവിടെ ആഗ്രഹിക്കുന്നത്, അവർക്ക് അവിടെ കിട്ടുന്നുമുണ്ട്. 7ാമത്തത് ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ്, മെച്ചപ്പെട്ട ജീവിത നിലവാരങ്ങളും സൗകര്യങ്ങളുമാണ്. നിങ്ങൾ ഇവിടെ എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൽ പോയിട്ടുണ്ടോ? ഇത്രയും വൃത്തികെട്ട ഒരു സ്ഥലം ഞാൻ കേരളത്തിൽ കണ്ടിട്ടില്ല. അത്രത്തോളം അഴുക്കും ചെളിയുമായിട്ട് കിടക്കുകയാണ്. അതോടൊപ്പം കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് ഒരു അഴുക്കുചാലിൽ ഒരു ശുചീകരണ തൊഴിലാളി മരണപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. ഇന്ന് ആ ഒരു അഴുക്കുചാലിൻ്റെ അവസ്ഥ പോയി നോക്ക്, അതേപടി തന്നെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ പൊതുവിടങ്ങളൊക്കെ ചിലപ്പോൾ അത്രത്തോളം വൃത്തികേടായിട്ടാണ് കിടക്കുന്നതല്ലേ. നമുക്ക് ലഭിക്കുന്ന സൗകര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ കൊടുക്കുന്ന ടാക്സിനനുസരിച്ച് കിട്ടാതെ വരികയാണ്. അപ്പോൾ വിദേശ രാജ്യങ്ങളുടെ അവസ്ഥ നോക്കൂ, വളരെ വെടിപ്പായിട്ടുള്ള, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് അവിടെ നടത്തപ്പെടുന്നത്. കൃത്യമായിട്ടുള്ള സർവീസുകൾ, ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ സർവീസുകളാണെങ്കിൽ ഗതാഗത മാർഗ്ഗങ്ങൾ, അവരുടെ റോഡുകൾ, അവിടുത്തെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ആനുകൂല്യങ്ങൾ, കുറഞ്ഞ ക്രൈം നിരക്കുകൾ. നമ്മൾ മറ്റൊരാളെ പേടിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഇവിടെ കേരളത്തിലൊക്കെ ഈ അടുത്തിടയ്ക്കായിട്ട് വലിയ ഗുണ്ടാക്രമങ്ങളും കുത്തിക്കൊല്ലലും തലവെട്ടിയെടുക്കലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ. പക്ഷെ നമ്മൾ UAE പോയിട്ട് ഒരു സ്ത്രീക്ക് ധൈര്യമായിട്ട് ഏത് പാതിരാത്രിക്കും ഇറങ്ങി നടക്കാം. ഒരാൾ പോലും തുറച്ചു നോക്കാനുണ്ടാകില്ല. കാരണം തുറച്ചു നോക്കി കഴിഞ്ഞാൽ അവനറിയാം അവിടുന്ന് പിന്നെ മര്യാദയ്ക്ക് ആ ഒരു രാജ്യം വിടാൻ എത്രത്തോളം പാടായിരിക്കുമെന്നല്ലേ. ശക്തമായിട്ടുള്ള നിയമ സംവിധാനങ്ങൾ അവിടെ അവൈലബിൾ ആണ്. അതോടൊപ്പം മറ്റൊരു കാര്യം അറിയാമോ, അവിടെയുള്ള ഒരു സാധാരണ കമ്പനിയിൽ പോലും വർക്ക് ചെയ്യുന്ന തൊഴിലാളിക്ക് അവരുടെ റൈറ്റ്സ്, അവരുടെ അവകാശങ്ങൾ അത്രത്തോളം വിനിയോഗിക്കാൻ പറ്റും. നമ്മളെ വിളിച്ച് നമ്മുടെ ബോസിന് ഹരാസ് ചെയ്യാനൊന്നും പറ്റില്ല. നമ്മുടെ വർക്ക് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫോൺ ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ ആരും വിളിച്ചുകൂടാ. നമുക്ക് മെൻ്റലി അയാളെന്നെ ചീത്ത പറഞ്ഞു, അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ആളോട് റിപ്പോർട്ട് ചെയ്യാം, അയാളെന്നെ ഹരാസ് ചെയ്തു, ഞാൻ മെൻ്റലി ഓക്കെ അല്ല. അപ്പോൾ കംഫോർട്ടബിളായിട്ട് സംസാരിക്കും. മെൻ്റലി ഓക്കെ അല്ലെങ്കിൽ റെസ്റ്റ് എടുത്തോ, പോകാം, നിങ്ങൾക്ക് ശമ്പളം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് മെൻ്റൽ ഹെൽത്തിനൊക്കെ, നമ്മുടെ മാനസികാരോഗ്യത്തിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രാജ്യങ്ങൾ വേറെ ഇല്ല. ഈ പാശ്ചാത്യ രാജ്യങ്ങൾ നമ്മൾ പരിഗണിക്കുവാണെങ്കിൽ അത്രയും അടിപൊളിയാണ് അവിടുത്തെ സിസ്റ്റം എന്നുള്ളത്. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു കേൾക്കണം. അപ്പോൾ എന്നെ ഒരാൾ വിളിച്ച് ഇങ്ങനെ റേസിസം പോലെ സംസാരിച്ചു. ഞാൻ അതിൻ്റെ മുകളിലുള്ള ബോസിനോട് റിപ്പോർട്ട് ചെയ്തു. എന്നോട് ഒരു 3 ദിവസം അവധി എടുത്ത് വീട്ടിൽ ഇരുന്നോ, ശമ്പളമൊക്കെ തരുമെന്നും പറഞ്ഞിട്ട് ഭയങ്കര ഇതായിട്ട് അയാൾ സംസാരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വർക്ക് കൾച്ചർ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന പല പൊതുശല്യങ്ങളും അവിടെ ഇല്ല. ഇവിടെ വഴി കൂടെ പോകുമ്പോൾ കുത്തിനെ പിടിച്ചിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പിരിവ് മേടിക്കും, നോക്കുകൂലി എന്ന് പറയുന്നൊരു സമ്പ്രദായമുണ്ട്. ഇതൊന്നും അവിടെയൊന്നും ഇല്ല. അപ്പോൾ അവർക്ക് സുഖമായിട്ട് നല്ല അടിപൊളിയായിട്ട് എല്ലാ നിയമത്തിൻ്റെ പ്രൊട്ടക്ഷനോട് കൂടിയിട്ട് സ്റ്റാൻഡേർഡായിട്ട് ആരുടെയും കൈകടത്തലുകളൊന്നും ഇല്ലാതെ സുഖമമായിട്ട് നല്ല സന്തോഷത്തോടെ നല്ല മെൻ്റൽ പീസ് കീപ്പ് ചെയ്ത് അവർക്ക് അവിടെ ജീവിക്കാൻ സാധിക്കുന്നു. 8ാമത്തത് കുടുംബത്തിൻ്റെ പിന്തുണയും പ്രോത്സാഹനവുമാണ്. അതായത് ഈ അടുത്തിടയ്ക്കായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു ഡിഗ്രി കഴിഞ്ഞൊരു വിദ്യാർത്ഥിയെ വിദേശത്തേക്ക് വിടാൻ അവരുടെ വീട്ടുകാർക്ക് നല്ല താല്പര്യം ഉണ്ടാകും. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവും, എടാ നിന്റെ കൂട്ടുകാരൻ ജർമ്മനിയിൽ പോയില്ലേ, നിന്റെ കൂട്ടുകാർ കാനഡയിൽ പോയില്ലേ, നിനക്കും അതുപോലെ പൊക്കൂടെ, ഞങ്ങൾ ലോൺ എടുത്ത് തരാം, നീയും രക്ഷപ്പെട്. അതായത് വിദേശത്ത് പഠിക്കാനോ അവിടെ ജോലി ചെയ്യാനോ തൻ്റെ മകനോ മകളോ പോവുക എന്നുള്ളത് ഇന്നത്തെ പല മാതാപിതാക്കളും കാണുന്നത് വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ്. അങ്ങനെ അവരവിടെ എത്തിപ്പെട്ട് അവർക്ക് മെച്ചപ്പെട്ട ഒരു ജോലിയും ജീവിതവും കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ
തങ്ങളുടെ നാട്ടിലുള്ള കുടുംബം സേഫ് ആണെന്ന് ചിന്തിക്കുകയാണ് അവർ. ഇത് പണ്ടുമുണ്ടായിരുന്ന ചിന്താഗതിയാണ്. പക്ഷേ ഇപ്പോൾ അത് കുറച്ചുകൂടെ ഭയങ്കര കൂടിയതായിട്ട് കാണാൻ സാധിക്കുമല്ലേ. 20 ലക്ഷം 40 ലക്ഷം ഒക്കെ ലോൺ എടുത്ത് പോകുന്നവരുണ്ട്. ഈവൻ മധ്യവർഗ്ഗം മിഡിൽ ക്ലാസ് പോലും അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ളവർ പോലും ലോൺ എടുത്തിട്ട് വിദേശത്ത് പോകുന്നുണ്ട്. കാരണം വിദേശത്ത് പോയിട്ട് നല്ലൊരു ജോലി കിട്ടി സെറ്റിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കുടുംബം രക്ഷപ്പെടും. അച്ഛനും അമ്മയും സഹോദരങ്ങളും അപ്പനും അമ്മയും ഒക്കെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ നാട്ടിൽ ജോലി ഇല്ലാത്തതുകൊണ്ടോ ജോലി ചെയ്യാത്തത് കൊണ്ടോ അല്ല, മറിച്ച് ആ ജോലിയിലൂടെ കിട്ടുന്ന ശമ്പളം കുറവാണല്ലേ. ആ ഒരു ശമ്പളത്തിൽ ആ ഒരു യുവതിക്കോ യുവാവിനോ ഒരു മാസം തള്ളി നീക്കാൻ കഷ്ടപ്പെടുന്നു. അപ്പോഴാണ് അവൻ്റെ കുടുംബം നോക്കാൻ പറ്റുന്നത്. പക്ഷേ വിദേശത്തേക്ക് പോയിട്ടുള്ളവർ തീർച്ചയായിട്ടും അവരുടെ കുടുംബം നോക്കുന്നുണ്ട്. ഇവിടെ അവർ വീട് വയ്ക്കുന്നു, ഇവിടെ ഫ്ലാറ്റ് മേടിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെ സാധിച്ചു? ഒരു സർവേയിൽ പറയുന്ന പ്രകാരം 41% യുവ കുടിയേറ്റക്കാരും തങ്ങളുടെ ഫാമിലിയുടെ പൂർണ്ണ പിന്തുണയോടെയാണ് അല്ലെങ്കിൽ തങ്ങളുടെ ഫാമിലി പറഞ്ഞിട്ടാണ് തങ്ങൾ വിദേശത്ത് പോയി സെറ്റിൽ ആയതെന്നാണ് പറയുന്നത്. 9ാമത്തത് കുടിയേറ്റ സംസ്കാരവും പ്രവാസി കൂട്ടായ്മയാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങളിലും മലയാളിയുണ്ട്. അതിൽ ഭൂരിഭാഗം രാജ്യങ്ങളിലും മലയാളി കൂട്ടായ്മയുണ്ട്. പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിലൊക്കെ ആ കൂട്ടായ്മ ഭയങ്കര ശക്തമാണ്. ഇനി അമേരിക്കയിലുണ്ട്, UK, കാനഡ, ജർമ്മനി, ഇവിടെയെല്ലാം മലയാളി അസോസിയേഷൻസ് ഉണ്ടല്ലേ. അതായത് നമ്മൾ ആ നാട്ടിലേക്ക് ചെല്ലുമ്പോൾ എന്നെ സഹായിക്കാൻ അവിടെ കുറച്ച് മലയാളിയെങ്കിലും ഉണ്ടല്ലോ എന്നൊരു ആശ്വാസം എപ്പോഴും നമുക്കുണ്ടാകാറുണ്ട്. ഇത് ശരിക്കും സംഭവിക്കുന്നൊരു കാര്യമാണ്. ഒരുപാട് പ്രശ്നങ്ങളിൽ പെടുന്ന മലയാളികളെ പ്രവാസി കൂട്ടായ്മകൾ രക്ഷിച്ചു എന്ന് പറയുന്നൊരു കാര്യം നമ്മൾ കാണാറില്ലേ. ഇപ്പോൾ അവിടെ ജയിലിൽ കഴിയുന്ന മലയാളികളെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് പ്രവാസി കൂട്ടായ്മകൾ ശ്രമിക്കാറുണ്ട്. അവിടെ ജോലിയില്ലാതെ വിസ കാലാവധി കഴിഞ്ഞ് ഒളിവിൽ താമസിച്ച മലയാളിയെ രക്ഷിച്ച കഥകളുണ്ട്. അങ്ങനെ എല്ലാത്തിനും നമുക്ക് അവിടെ കംഫോർട്ടബിൾ ആയിട്ടുള്ള നമ്മളുടെ തന്നെ മലയാളി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം എന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ. നമ്മൾ ഇവിടെ വെച്ച് കാണുമ്പോൾ വലിയ കമ്പനി ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷെ പുറം നാട്ടിൽ ചെന്ന് മലയാളി അടിപൊളി, ഭയങ്കര സന്തോഷം നമുക്ക് മലയാളിയെ കാണുമ്പോൾ അല്ലേ. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു ബോധ്യം നമുക്കുണ്ട്. അതോടൊപ്പം നമ്മുടെ കുടുംബത്തിലുള്ള പലരെയും കണ്ടിട്ട് നമ്മൾ പോകാറുണ്ട്. നമ്മുടെ അമ്മമാർ പറയാറുണ്ട്, നിന്റെ അമ്മാവൻ്റെ മോനില്ലേ, അവനിപ്പോൾ ലണ്ടനിൽ നല്ല അടിപൊളി ജോലിയാണ്, നീയും വേണമെങ്കിലും ശ്രമിച്ചോ, അവനവിടെ ഉണ്ടല്ലോ, നിനക്ക് അങ്ങോട്ട് പോകാം, അവൻ നിന്നെ കൊണ്ടുപോയിക്കോളും എന്നും പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാനുള്ളൊരു വഴിയാണ് അവിടെ തുറന്നിട്ട് കൊടുക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് ഗൾഫ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. 1970-കൾ മുതൽ ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൾഫിലേക്ക് ആദ്യം കുറച്ച് പേര് പോകും, പിന്നെ അവർ നമ്മുടെ മലയാളികളെ മറ്റുള്ളവരെ സഹായിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി അവരുടെ കുടുംബത്തെ അടക്കം രക്ഷിക്കുകയാണ്. അപ്പോൾ ഇത് വ്യാപകമായിട്ട് ഇന്ന് കൂടിയിട്ടുണ്ട്. അന്ന് ഗൾഫ് മാത്രമായിരുന്നെങ്കിൽ ഇന്ന് UK, USA, കാനഡ, ജർമ്മനി, അതുപോലെ റഷ്യ, ഓസ്ട്രേലിയ, ഏതുമായിക്കൊള്ളട്ടെ ആ രാജ്യങ്ങളിലേക്കൊക്കെ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. എല്ലാ രാജ്യങ്ങളിലും ധാരാളം മലയാളികളും മലയാളി കൂട്ടായ്മകളുമുണ്ട്. നമ്മളുടെ അമ്മാവൻ്റെ മോനോ മോളോ ഒക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെ നമ്മളും അങ്ങോട്ട് പോയേക്കുവാണ്. കൂടാതെ ഈ ട്രെൻഡ് ഇത്രത്തോളം ഉയരാൻ ഏറ്റവും വലിയ കാരണം എന്താണെന്നറിയാമോ? ഈ ഏജൻസീസാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ജോലി നേടിക്കൊടുക്കാനായിട്ടുള്ള ഏജൻസീസ് ധാരാളമുണ്ട്. കൊച്ചിയുടെ മുക്കിലും മൂലയ്ക്ക് നിങ്ങൾക്ക് അങ്ങനത്തെ ഏജൻസീസിന് ഒരുപാട് കാണാൻ പറ്റും. പണ്ട് നമുക്ക് ഈ രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിൽ അത്രത്തോളം പാടായിരുന്നു. ഒന്നാമത്തത് ഇന്റർനെറ്റ് ഇത്രത്തോളം സുലഭമല്ല. അപ്പോൾ നമുക്ക് സെർച്ച് ചെയ്ത് എളുപ്പത്തിൽ പോലും ചെയ്യാൻ പറ്റില്ല. ഇനി ഏജൻസികളാണെങ്കിൽ അത്രത്തോളം കുറവ്. പക്ഷേ ഇന്നങ്ങനെയൊന്നുമല്ല. ഇന്ന് ഇതിനെ പറ്റിയിട്ടുള്ള ലക്ഷക്കണക്കിന് മലയാളത്തിലുള്ള വീഡിയോസ് തന്നെ അവൈലബിൾ ആണ്. ഒരുപാട് ഏജൻസീസ് അവൈലബിൾ ആണ്. നിങ്ങളുടെ പേപ്പർ വർക്കുകൾ, അഡ്മിഷൻ, വിസ, അവിടെ താമസിക്കാനുള്ള സാധനം, അങ്ങോട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക, അവിടുത്തെ നിങ്ങളുടെ സ്റ്റേ, താമസം, ഏത് കോളേജിലാണ് പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും A to Z ഒരൊറ്റ കോളിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. നിങ്ങളുടെ വീട്ടിൽ ആൾ വരുമല്ലേ. അപ്പോൾ വിദേശ രാജ്യത്തേക്ക് കുടിയേറുക എന്നുള്ളത് ഒരൊറ്റ കോൾ അകലെ മാത്രമായി എന്ന് പറയുമ്പോൾ അത് വലിയൊരു മാറ്റമാണ് കൊണ്ടുവന്നത്. 10ാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള പോയിന്റ് പറയുവാണെങ്കിൽ ആഗോള കാഴ്ചപ്പാടുകളും വളരാനുള്ള ആഗ്രഹവുമാണ്. ഇന്ന് നമുക്ക് ഇൻ്റർനെറ്റിലൂടെ വിരൽത്തുമ്പിലൂടെ ലോകം മുഴുവനുള്ള വീഡിയോസും അവിടുത്തെ ജോലി സാധ്യതയും അവിടെയുള്ള ക്വാളിറ്റി ഓഫ് ലൈഫിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ അത്രത്തോളം ബോധവാന്മാരാണ്. ഒരു 20 വർഷം മുമ്പ് സാഹചര്യങ്ങൾ അങ്ങനെയല്ലായിരുന്നു. ഇൻ്റർനെറ്റ് കാര്യമായിട്ടില്ല, സോഷ്യൽ മീഡിയ ഇല്ല, നമ്മൾ വിദേശത്തുള്ള അവസരങ്ങളെ പറ്റിയിട്ട് അത്രത്തോളം ബോധവാന്മാരല്ല. അതായത് അന്നത്തെ അവസ്ഥ. ഇന്നും ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ യുവജനങ്ങൾ ഒരു തരത്തിൽ പറയുവാണെങ്കിൽ പൊട്ടക്കിണറ്റിലെ തവളകളായനെ ഒരു നല്ല ശതമാനം, ഒരു ഭൂരിഭാഗ ശതമാനം പേരല്ലേ. കാരണം നമുക്ക് പുറം രാജ്യങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യത്തിലോട്ട് എക്സ്പോഷറുകളില്ല. പക്ഷെ ഇന്നങ്ങനെയല്ല. നമുക്ക് സാധ്യതകൾ അറിയാം. ഏതൊക്കെ വിദേശ രാജ്യങ്ങളിലാണ് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്, അവിടെയുള്ള മികച്ച കോളേജുകൾ എങ്ങനെയാണ്, അവിടെ റൂം റെന്റ് എങ്ങനെയാണ്, താമസിക്കാനുള്ള ചിലവുകൾ എങ്ങനെയാണ്, അവിടെയുള്ള ഭക്ഷണത്തിന്റെ ചിലവ് എങ്ങനെയാണ്, ഇങ്ങനെ തുടങ്ങിയ A to Z കാര്യങ്ങളും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള കാര്യങ്ങളും നമുക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒരു ക്ലിക്കിൽ നമ്മുടെ വിരൽത്തുമ്പിൽ അറിയാൻ സാധിക്കുമല്ലോ. കാരണം വിദേശത്ത് നിന്ന് അത്രമാത്രം വ്ളോഗുകളും അവരുടെ എക്സ്പീരിയൻസുകളും അതുപോലെ തന്നെ ഈ ഏജൻസീസും ഒക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. അതുകൊണ്ട് നമുക്ക് എക്സ്പോഷർ ഭയങ്കരമായി, നമ്മുടെ ചിന്താഗതിയും അതോടൊപ്പം ഉയർന്നു. നമുക്ക് അങ്ങോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് നല്ല മെച്ചപ്പെട്ട ജീവിതം, നമുക്ക് പൈസ ജോലി മാത്രമല്ല, നമുക്ക് നല്ല മെൻ്റൽ പീസ് കിട്ടും. നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ നമുക്ക് ഫോക്കസ് ചെയ്യാം, നമ്മുടെ കരിയർ നമുക്ക് വളർത്താം, സോഷ്യൽ ജഡ്ജിങ് ഇല്ല.
ഇവിടെയാണെങ്കിൽ എല്ലാവരുടെയും കൈകടത്തൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അതൊന്നുമില്ല, നമുക്ക് രാത്രി ഇറങ്ങി നടക്കാം, ആരും ചോദിക്കാനില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ കാരണം നമുക്ക് അങ്ങോട്ട് പോകാനുള്ളൊരു തോട്ട് കൂടി വരികയാണ്. നമുക്കറിയാം അവിടെ എന്താണ് ജീവിതം എന്ന്. പക്ഷെ പണ്ടങ്ങനെ അല്ലായിരുന്നു. വല്ല മാഗസിൻസിലൂടെയൊക്കെ ആരെങ്കിലും എഴുതി വിടുന്ന കാര്യങ്ങൾ മാത്രമായിരുന്നു കുറച്ച് പേര് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് എല്ലാവരുടെയും കയ്യിൽ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഈ കാര്യങ്ങൾ എളുപ്പമായിട്ട് അറിയാൻ പറ്റുന്നുണ്ടല്ലേ. മാത്രമല്ല പുറം രാജ്യങ്ങളിൽ ബിസിനസ് വളർത്താനുള്ള ഒരുപാട് ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ, സബ്സിഡീസ് ഒക്കെ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ എന്തോരം മലയാളികൾ തന്നെയാണ് ഗൾഫ് രാജ്യങ്ങളിലല്ലേ ഇപ്പോൾ UAE-യിലും അല്ലെങ്കിൽ ഖത്തറിലും സൗദിയിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവിടെ കമ്പനികൾ റൺ ചെയ്യുന്നത്. ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ MA യൂസഫ് അലിയാണ് അല്ലേ. വലിയ സാമ്രാജ്യം അദ്ദേഹത്തിന് ഗൾഫ് രാജ്യങ്ങളിലാണുള്ളത്. അങ്ങനെ ഒരുപാട് വ്യവസായികൾ, വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലാണ്. ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു വീഡിയോ ആണ്. ചൈനയിൽ പഠിക്കാൻ പോയിട്ടുള്ള, അവിടെ ജോലി ചെയ്യുന്ന ഒരു മലയാളി വിദ്യാർത്ഥി അവിടെയുള്ള അവസരങ്ങളെ പറ്റിയിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ടാകുമല്ലോ, ചൈനീസ് പ്രോഡക്റ്റുകൾ, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിൽ ഈ സാധനം ഇറക്കുമതി ചെയ്ത് ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ, ഞാൻ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ അറിവാണ് അതിനെപ്പറ്റി കിട്ടിയതല്ലേ. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഈ ഒരു സ്ഥലത്ത് കിടന്നിട്ട് എന്ത് നേടാനാണ്, ഇവിടെ കുറച്ച് പൈസയും കാര്യങ്ങളും മാത്രമല്ല, പുറത്ത് മറ്റൊരു വലിയ ലോകമുണ്ട്. നമ്മളെ പൊട്ടക്കിണറ്റിലെ തവള എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ലോകമറിയാവുന്ന എല്ലാ രാജ്യങ്ങളിലെയും കാര്യങ്ങൾ, വിദ്യാഭ്യാസം, സംസ്കാരം, തൊഴിൽ സമ്പ്രദായങ്ങൾ, അവിടുത്തെ ജീവിത രീതികൾ, അവിടുത്തെ നിയമവ്യവസ്ഥ എല്ലാം അറിയാവുന്നവരായിട്ട് നമ്മൾ മലയാളികൾ മാറി. ഇത് കുടിയേറ്റത്തെ കാര്യമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട്. ബെറ്റർ ലൈഫ് എന്നൊരു സംഭവമാണ് എല്ലാവരും പ്രധാനമായിട്ടും കാണുന്നതല്ലേ. ബെറ്റർ ജോലി, അതുപോലെ തന്നെ ശമ്പളം എല്ലാം ഉണ്ട്. അതോടൊപ്പം തന്നെ നല്ല ജീവിത നിലവാരം എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ഉണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയെന്നേ. അതുകൊണ്ട് തന്നെ പലരും പോവുകയാണ് അങ്ങോട്ട്. അപ്പോൾ ചുരുക്കി പറയുവാണെങ്കിൽ കേരളത്തിലെ യുവജനങ്ങളുടെ കുടിയേറ്റത്തിന് പിന്നിൽ പല കാരണങ്ങൾ ഇങ്ങനെ കെട്ടുപടഞ്ഞ് കിടക്കുകയാണ്. അതിലൊരു 10 കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. പറയാനാണെങ്കിൽ ഇനിയും ഒരുപാട് കാരണങ്ങളുണ്ടാകാം. എന്തായാലും ഒരു കാര്യം ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഈ പറഞ്ഞ കൺട്രീസിലേക്കൊക്കെ പോയിട്ടുണ്ടാകുമല്ലോ അല്ലേ. അവനോ അല്ലെങ്കിൽ അവളോ അങ്ങോട്ട് പോകാനുള്ള കാരണം എന്താണ് നിങ്ങൾക്കറിയായിരിക്കുമല്ലോ അല്ലേ. ഇവിടെ ശമ്പളം കുറവാണ്, ഇവിടെ ജോലി കിട്ടാനില്ല, അല്ലെങ്കിൽ മെച്ചപ്പെട്ട ഒരു ജീവിത നിലവാരത്തിന് വേണ്ടിയിട്ടാണ്, അവിടെ അടിച്ചു പൊളിക്കാനാണ്. എന്തുവാണെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് കമൻറ്റ് ചെയ്യുക. സുഹൃത്തിൻ്റെ പേരോ വിവരങ്ങളോ ഒന്നും വേണ്ട, ജസ്റ്റ് എന്തിനാണ് പോയത്, പോട്ടെ. നിങ്ങൾ പോയിട്ടുള്ള, അയ്യോ ഞാനത് വിട്ടുപോയി കേട്ടോ, നിങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോ വിദേശത്ത് ഇരുന്നായിരിക്കുമല്ലോ അല്ലേ കാണുന്നത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ എന്തിനാണ് നമ്മുടെ സംസ്ഥാനവും അല്ലെങ്കിൽ നമ്മുടെ രാജ്യവും വിട്ട് വിദേശത്തേക്ക് കുടിയേറിയത്, ഇതിൽ പറഞ്ഞിട്ടുള്ള ഏത് കാര്യങ്ങളാണ് നിങ്ങളെ ബാധിച്ചിട്ടുള്ളത് എന്നൊക്കെ ദയവായിട്ട് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ കമൻറ്റ് ബോക്സ് എന്നുള്ളത് എപ്പോഴും നല്ല ചർച്ചാവേദിയാണ്. ഒരുപാട് പേർക്ക് പല കാര്യങ്ങളെ പറ്റി ഐഡിയ കിട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് കമൻറ്റ് ബോക്സ് എന്നുള്ളത്. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ബിലോങ്ങിനെ പറ്റിയിട്ട് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് NRIകൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾ UAE-യിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓഫീസിലോ വീട്ടിലോ വെച്ച് തന്നെ നിങ്ങളുടെ പേപ്പർ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ സാധിക്കുന്നതാണ്. യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പേപ്പർ വർക്കിൻ്റെ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഇല്ല. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ബിലോങ്ങിൽ നിങ്ങളുടെ USD ഫിക്സഡ് ഡെപ്പോസിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.